നമ്മുടെ പഴയ പാലാരിവട്ടം പാലം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ മേക്കപ്പ് അടിക്കുന്ന ആളുകൾ പഴയ പാലാരിവട്ടം പാലത്തിലെ മേശിരി ഓർമ്മിച്ചാൽ മതി. അത്യാവശ്യം പുട്ടി വളരെ മിനിമലിസ്റ്റ് ആയിട്ടായിരിക്കും പുള്ളി ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതിനകത്ത് സിമെൻ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ പഴയ പാലാരിവട്ടം സ്റ്റൈലിൽ മാത്രം പുട്ടിയടിക്കാൻ ശ്രമിക്കുക. പുതിയ പാലാരിവട്ടം മാതൃകയിൽ പുട്ടിയടിക്കാൻ ശ്രമിച്ചാൽ അത് ഉള്ളിൽ പോയി മെർക്കുറിയും കുഴപ്പമൊക്കെ ഉണ്ടാക്കും. അത് നിങ്ങൾ ചിലരൊക്കെ പുട്ടിയടിക്കുന്ന കാരണം കണ്ട സഹിക്കില്ല, ആ രീതിയിലാണ് പുട്ടിയടിക്കുന്നത്. ഇതൊക്കെ അഴിഞ്ഞു വീണ് കഴിയുമ്പോഴുള്ളൊരു അവസ്ഥ എന്തായിരിക്കും? ബോത്ത് പുരുഷന്മാർ ആൻഡ് സ്ത്രീകൾ മാത്രമല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പുരുഷന്മാരും ഒരുപാട് ക്രീമുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ഫെയർ ആൻഡ് ലവ്ലി എന്നൊക്കെ തുടങ്ങിയ ബ്രാൻഡുകളായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ വരുന്നു. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, ഇന്ന ആൻറ്റി ഏജിങ്ങിന്, ഡാർക്കിൽ ഉപയോഗിക്കേണ്ടത്, രാത്രിയിൽ ഉപയോഗിക്കേണ്ടത്, പകൽ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ വാരിപ്പൊത്തി ആവശ്യമില്ലാതെ നിങ്ങളുടെ വിലയേറിയ കിഡ്നിയും വിലയേറിയ ലിവറും ഒന്ന് നശിപ്പിച്ച് കളയരുത് എന്ന് മാത്രമേ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാനുള്ളൂ. അനുവദനീയമായതിനേക്കാൾ 12,000 മടങ്ങാണ് നിങ്ങളുടെ ചുണ്ടിൽ കിടക്കുന്ന ലിപ്സ്റ്റിക്ക് മെർക്കുറിയുമായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ പുട്ടും ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഈ ലിപ്സ്റ്റിക്കിനകത്തൂടെ മെർക്കുറിയും കൂടി ഉള്ളിലോട്ട് പോകും എന്നതറിയുക. നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ചിലപ്പോൾ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ചിരിയായിരിക്കും. പക്ഷേ നിങ്ങളിത് വാരി തേച്ച് പുറത്തു പോകുമ്പോൾ നഷ്ടമാവുന്നത് നിങ്ങളുടെ ചിരിയാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. കിഡ്നിയിൽ ലിവറുമൊക്കെ അടിച്ചു പോയിട്ട് പിന്നെ എത്ര ലിപ്സ്റ്റിക് കിട്ടുമെന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടർ പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന നിറമാറ്റം എന്ന് പറയുന്നത് ആന്തരിക അവയവങ്ങളുടെയും നിങ്ങളുടെ രോഗസാധ്യതകളുടെയും ഒക്കെ ലക്ഷണമാണ്. അത് ലിപ്സ്റ്റിക് ഇട്ടും പുട്ടിയടിച്ചാലും മാറുന്നതല്ല എന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആധികാരികമായ പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആവുക. കുട്ടികൾക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന പുട്ടിയടിച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഴയ കുട്ടികളുടെയും പോൺസിൻ്റെയൊക്കെ മണം ഒന്ന് നിങ്ങൾ മനസ്സിൽ വരുന്നു. അത്ര മിനിമലിസ്റ്റായിട്ട് മാത്രം നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതം കുറച്ചുകൂടി മനോഹരമായി തീരുമെന്നേ. ഇതേപോലെ ലിപ്സ്റ്റിക് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളൊക്കെ സൂപ്പറല്ലേ. മാത്രവുമല്ല, നമ്മളുടെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പുഞ്ചിരിക്കുന്ന സൗന്ദര്യത്തെക്കാൾ ഉള്ളിലെ നമ്മുടെ മനസ്സ് നന്നാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്റ്റീറോയിഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും കേട്ടോ. അതിന് അത്യാവശ്യം നല്ല യാത്ര പോകണം, ആൾക്കാരെ കണ്ട് ചിരിക്കണം, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം, നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കണം, കൂടുതൽ അറിവുകൾ സമ്പാദിക്കണം, ഇഷ്ടപ്പെട്ട കലാപ്രകടനങ്ങളിൽ ഏർപ്പെടുത്തണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ ആയിരിക്കും.